നെഞ്ചുപൊട്ടി തീരുമാനം എടുക്കുകയാണെന്ന് പറയുന്നതിന്റെ കാരണം അടുപ്പമുണ്ടായിരുന്ന ഒരു യുവ നേതാവ്, കൂടെ കൊണ്ടു നടന്നിരുന്ന യുവാവാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ എന്താണ് എന്ന് ഒരു പെൺകുട്ടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ടോ അവരെയൊക്കെ ചീട്ടിപ്പം ഓരോന്നായിട്ട് കീറിക്കൊണ്ടുവരുവാണ്. എനിക്ക് തോന്നുന്നു രാഹുലിൻ്റെ അമ്മയുടെ ആ ഒരു ശാപം എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പം സ്മൃതി പരുത്തിക്കാടുണ്ടല്ലോ, സ്മൃതി പരുത്തിക്കാടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ വരുന്നില്ല, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലോട്ടാണ് വരുന്നത്. പിന്നെ ഈ സ്മൃതി പരുത്തിക്കാടിൻ്റെ വിഷയത്തിൽ വി ഡി സതീശനുമായിട്ട് ബന്ധപ്പെട്ട് വി ഡി സതീശനെയും കൂടെ ചേർത്തിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇപ്പം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട്. വി ഡി സതീശൻ്റെ പാർട്ടിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സൈബർ അറ്റാക്കൊക്കെ വരുന്നുണ്ട്. അതിലോട്ടൊന്നും ഞാൻ വരുന്നില്ല. പക്ഷേ ഇവിടെ സ്മൃതി പരുത്തിക്കാടിൻ്റെ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞടുങ്ങുവാണ്. ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ആരൊക്കെ പുള്ളിയെ വളഞ്ഞിട്ട് ആക്രമിച്ചോ ചോര കുടിച്ചോ അവരൊക്കെ ഇപ്പം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പം റിപ്പോർട്ടറിലെ സുജയ പാർവതി തന്നെ പുള്ളിക്കാരി ഇപ്പം ബിഗ് ടി വിയിലോട്ട് പോയി പുള്ളിക്കാരിയെ കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയായി അല്ലേ. ബിഗ് ടി വിയിലോട്ട് പോയി പുള്ളിക്കാരിയെ കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതുപോലെ ലക്ഷ്മി പത്മ ന്യൂസ് മലയാളത്തിൽ നിന്ന് പോയിട്ട് പുള്ളിക്കാരിയും കാണാനില്ല, അവിടെ ജോലിയില്ല കൂലിയില്ല, ഈച്ചി അടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. റിപ്പോർട്ടർ ടി വിയിലിരുന്നിട്ട് ഇവരൊക്കെ അങ്ങോട്ട് ഈ സുജയ പാർവതിയൊക്കെ വിലസിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പം രാഹുലിനെതിരെ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഓരോന്നിൻ്റെ ചീട്ട് കീറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ഇപ്പം സ്മൃതി പരുത്തിക്കാടിന് ഇപ്പം കിട്ടിയേക്കുന്നത്. ഓരോന്നിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ സ്മൃതി പരുത്തിക്കാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട് 1-2 പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വി ഡി സതീശൻ്റെ നിലപാടിനെ പറ്റിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ അതും ഞാൻ ഇവിടെ പങ്കുവയ്ക്കാം. അതിന് മുമ്പ് സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരു വോയിസ് ഞാൻ ഇവിടെ വയ്ക്കാം. അത് നിങ്ങളൊന്ന് കേട്ടു. ഇവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇപ്പം ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ടൊക്കെ ഭയങ്കര സൈബർ അറ്റാക്കായിരുന്നു ഈ സ്മൃതി പരുത്തിക്കാടിന് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ഇപ്പം ആവശ്യങ്ങളിലേക്കൊന്നും ഞാൻ വരുന്നില്ല, അത് അതിൻ്റേതായ വഴിക്ക് പോട്ടെ. പക്ഷേ ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കണം, രാഹുലിൻ്റെ അമ്മയുടെയും അവരുടെ സഹോദരങ്ങളിലേക്ക് ഒരു കണ്ണീരുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ശാപമാണെന്ന് ഇവരൊന്നും ചിന്തിക്കുന്നില്ലായിരിക്കാം. സംഭവം അത് തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അതുപോലെ എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പം ഞാൻ ആ വോയിസ് സ്മൃതി പരുത്തിക്കാട് ഫേസ്ബുക്കിനകത്ത് പങ്കുവച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പും അതുപോലെ അവരൊരു പോസ്റ്റും കൂടെ പങ്കുവയ്ക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അതിനുശേഷം ഞാൻ രാഹുൽ വിഷയത്തിൽ ഇവരെടുത്തിട്ടുള്ള നിലപാട് വി ഡി സതീശനുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ഉള്ള അതിനകത്ത് വി ഡി സതീശൻ്റെ കാര്യങ്ങളെല്ലാം വി ഡി സതീശൻ എടുത്തേക്കുന്ന നിലപാടിനെ പറ്റിയിട്ടെല്ലാം സംസാരിക്കുന്നുണ്ട്. ആ ഒരു ക്ലിപ്പും കൂടെയൊക്കെ ഞാൻ വെച്ച് തരാം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറ, ഇതിനകത്ത് ഇവർ എന്തൊരു മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാടെ ചുമ്മാ വായു വരുന്ന കൂതയ്ക്ക് വാട്ട് എന്നുള്ള രീതിയിലും ഒരു വ്യക്തിയെ നശിപ്പിക്കാനും ഇതിനൊക്കെയാണോ മാധ്യമധർമ്മം? നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് മാധ്യമധർമ്മം നടത്തുന്ന എത്ര ആളുകളുണ്ട്. സത്യസന്ധമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആരും ഇഷ്ടപ്പെടാതിരിക്കുമോ? എല്ലാവരും ഇഷ്ടപ്പെടും അല്ലേ. എന്തിനാണ് ഇങ്ങനെ കള്ളത്തരങ്ങളും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ? റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പിന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞാൻ സ്മൃതിയുടെ ആ ഒരു വോയിസ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുക. ഇവർ തന്നെയാണ് ആ വോയിസ് വെച്ചിട്ടുള്ളത്. അത് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് ഒറ്റയ്ക്കൊരു നിലപാടായി തന്നെ കരുതേണ്ടി വരും. ആ സമയത്ത് പല നേതാക്കളും അതിൽ ഉറച്ചൊരു തീരുമാനം പറയാതെയും മാറി മാറി നിൽക്കുമ്പോഴും അതിൽ ഇങ്ങനെ ഒരാൾ ഇനി വേണ്ട എന്ന തീരുമാനം സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് തീരുമാനം എടുത്തത് വി ഡി സതീശനാണ്. അതിൽ അദ്ദേഹത്തിന് വലിയ നഷ്ടം, അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന പലരും മാറിപ്പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിൽക്കുകയായിരുന്നു. വലിയ സങ്കടത്തോടെയാണ്, മനസ്സില്ലാ ആ തീരുമാനം. എന്തൊക്കെയാണ് സുനിൽ വായത്തോടെ പറയാതിരിക്കും? വലിയ സങ്കടത്തോടെയാണ് ഒരു മിനിറ്റ്. നെഞ്ചുപൊട്ടി തീരുമാനം, നിങ്ങൾ വാക്കുകളെ മനസ്സിലാക്കുന്നതിലുള്ള കുഴപ്പമാണെന്നേ. നെഞ്ചുപൊട്ടി തീരുമാനം എടുക്കുകയാണെന്ന് പറയുന്നതിന്റെ കാരണം അടുപ്പമുണ്ടായിരുന്ന ഒരു യുവ നേതാവ്, കൂടെ കൊണ്ടു നടന്നിരുന്ന യുവാവാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ എന്താണ് എന്ന്
ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞ ഘട്ടം മുതൽ അദ്ദേഹം അത് പരിശോധിക്കുകയായിരുന്നു. വലിയ പിന്നീട് വന്ന സമ്മർദ്ദത്തിലായി എന്നുള്ളതാണ് വി.ഡി. സതീശൻ പിന്നീട് മനസ്സിലാക്കിയത്. അതാണ് ഒരു മിനിറ്റ് സുനിലേ നമുക്ക് മനസ്സിലാവും. കേൾക്കൂ. പിന്നീട് വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരാൾ വേണ്ടെന്ന തീരുമാനം എടുത്തത്. ആ തീരുമാനം നടപ്പാക്കുകയും ചെയ്തു. പാർട്ടിയിലില്ലാത്ത രൂപത്തിലേക്ക് ആ തീരുമാനം പിന്നീട് പാർട്ടി മുഴുവൻ അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് അത് വന്നു എന്ന് മനസ്സിലാക്കണം. കോൺഗ്രസ് ആണ് പാർട്ടിയെ, കോൺഗ്രസ് ആ പാർട്ടി ആ രൂപത്തിലേക്ക് സ്ത്രീപക്ഷ നിലപാടിലേക്ക് പാർട്ടി വന്നു എന്നുള്ള ഏറ്റവും ശുഭോദാർക്കമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിലേക്ക് എത്തിക്കുകയായിരുന്നു. അടുത്താണ് നിങ്ങൾ പ്രധാനപ്പെട്ടായി കാണുന്നത്, തങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിനകത്തെ CPM വിരുദ്ധ അല്ലെങ്കിൽ CPMന്റെ ഇപ്പോഴത്തെ നിലപാടുകളിൽ വലിയ വിഷമമുള്ള, വലിയ എതിർപ്പുള്ള കുറച്ചുപേരെയെങ്കിലും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണെന്നേ GS സുധാകരനായാലും ഐഷ പോറ്റി ആയാലും ഇപ്പോൾ പറയുന്ന കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളതല്ലേ പറഞ്ഞത്. ആ പാർട്ടി വിട്ട് പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് സ്ഥാനാർത്ഥികളാകുന്നു. നമ്മൾ ഈ പറയുന്ന തളിപ്പറമ്പിൽ കാണുന്നു, പയ്യന്നൂരിൽ കാണുന്നു. ഇതൊക്കെ തന്നെയും ഈ തരത്തിലുള്ള വീഡിയോയുടെ ഒരു എഫക്ട് അതിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് മാറാൻ ഇടതുപക്ഷത്തിന് കൂടി, യഥാർത്ഥ ഇടതുപക്ഷത്തിന് സ്വീകാര്യനായി വി.ഡി. സതീശൻ മാറുന്നു എന്നുള്ളതും കൂടുതൽ ആളുകളെ ചേർത്ത് വെക്കാൻ ആ തരത്തിൽ ഒരു സംഘടനാ പാഠവും അദ്ദേഹം അതിൽ പ്രകടമാക്കിയാണ്. ഓക്കെ, ചുമ്മാതല്ല എല്ലാവരും കൂടെ കയറ്റി വി.ഡി. സതീശൻ്റെ പേരും പറഞ്ഞിട്ട് എല്ലാം കൂടെ എല്ലാവരും കൂടെ വലിച്ച് കീറി ഏറിൽ കയറ്റി വിട്ടിട്ടുള്ളത് വേറെ ഒന്നുമല്ല. ഇപ്പം ഇവർ പറയുന്നു വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ എടുത്തിട്ടുള്ളത് ഒറ്റയ്ക്കുള്ള നിലപാടാണ്, ഒറ്റയ്ക്കുള്ള തീരുമാനമാണെന്നാണ് പറയുന്നത്. വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വേറെ ഓക്കെ, പക്ഷേ രാഹുലിൻ്റെ കാര്യത്തിൽ വി ഡി സതീശൻ എടുത്തേക്കുന്ന നിലപാട് അത് 100% റോങ് ആണ്. അങ്ങനൊരു നിലപാട് അത് വി ഡി സതീശൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടാണെന്നല്ല നമ്മൾ അന്ന് കണ്ടതാണ്, റിനിക്ക് വേണ്ടിയിട്ടാണെന്ന് വി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ വി ഡി സതീശൻ അന്ന് എന്താണ് പറഞ്ഞത്? അന്ന് പറഞ്ഞെന്താണ്, ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ച് തീരുമാനിച്ചെടുത്ത തീരുമാനമാണെന്നാണ് അന്ന് വി ഡി സതീശൻ പറഞ്ഞത്. രാഹുലിൻ്റെ വിഷയത്തിൽ വി ഡി സതീശൻ എടുത്തേക്കുന്ന നിലപാട് ഒട്ടും ശരിയായിട്ടില്ല, അതിൽ 100% റോങ് ആണ്. ഇങ്ങനൊരു പരാതി വരുന്നതിന് മുമ്പ് തന്നെ റിനിയുടെ വാക്ക് കേട്ടിട്ട് വി ഡി സതീശൻ എടുത്തൊരു തീരുമാനം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ, അതങ്ങനെ എന്തിനു പറയുന്നു? രാഹുൽ വരെ 24 ന്യൂസിന് 24/7 ന്യൂസിന് കൊടുത്തിട്ടുള്ള, ആഷ്മിക്ക് കൊടുത്തിട്ടുള്ള എക്സ്ക്ലൂസീവിനകത്ത് രാഹുലിൻ്റെ വിഷമം പറയുന്നുണ്ട്. ഇന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ പാർട്ടി ഒന്നും ഇതിനെ പറ്റിയിട്ട് ചോദിച്ചു പോലുമില്ല, പാർട്ടി എന്നെ കേട്ടതുപോലും ഇല്ലെന്നുള്ളൊരു വിഷമം അയാൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പം വി ഡി സതീശൻ്റെ എന്തോന്ന് കോത്തായെടുത്ത നിലപാടാണ് ഇതിനകത്തുള്ളത്, എന്തോ നിലപാടാണുള്ളത്. അപ്പോൾ ചുമ്മാ അല്ല എല്ലാം കൂടെ കയറ്റിയിട്ട് നിങ്ങളെ എയറിൽ കയറ്റി വിട്ടത്. പിന്നെ നിങ്ങളെ നിലപാട് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ കള്ളങ്ങളാണ് ഇതിനകത്ത് പൊളിഞ്ഞടങ്ങിക്കൊണ്ട് ഇപ്പം പുറത്തോട്ട് വരുന്നത്. ഒരു നിലപാടുമില്ല രാഹുലിൻ്റെ വിഷയത്തിൽ, ഒരു നിലപാടുമില്ല. ഈ നിങ്ങളൊക്കെ എന്തുകൊണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോടതി വരെ വിധി വന്നതിന് ശേഷം രാഹുലിന് നിങ്ങൾ അനുകൂലമായിട്ട് ഒന്നും തന്നെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. കോടതിയിൽ നിന്നൊരു വിധി വന്ന് കോടതി വരെ പറഞ്ഞിട്ടുള്ള, നിയമം വരെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഉഭയകക്ഷി സമ്മതപ്രകാരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് തെറ്റല്ലെന്ന് കോടതി വരെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഇതിനകത്ത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി ഇവർ പങ്കുവച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റും കൂടെ ഞാനിവിടെ വയ്ക്കാം. എന്നിട്ട് ആ പോസ്റ്റിൻ്റെ താഴെ ഒരു കമൻറ്റ് കൂടെ വന്നിട്ടുണ്ട്. ഒന്നല്ല, ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു കമൻറ്റ്, ഞാൻ സെലക്ട് ചെയ്തൊരു കമൻറ്റ് ഉണ്ട്, ആ ഒരു കമൻറ്റും കൂടെ ഞാൻ ഇവിടെ വായിക്കാം. അപ്പം സ്മൃതി പരുത്തിക്കാട് ഫേസ്ബുക്കിനകത്ത് പങ്കുവച്ച പോസ്റ്റ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച പോസ്റ്റാണ്, അല്ലാതെ ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിലൊന്നും പങ്കുവച്ച പോസ്റ്റൊന്നുമല്ല. ഇവർക്കെതിരെ ഭയങ്കര കടുത്ത സൈബർ അറ്റാക്ക് വന്നല്ലോ, അതിന് ശേഷം ഇവർ ഓരോ കാര്യങ്ങളിങ്ങനെ പങ്കുവയ്ക്കുവാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റിൽ ഈ ഓഡിയോ ക്ലിപ്പിനോട് തന്നെ ഇവർ ഇട്ട പോസ്റ്റ് ഉണ്ട്. അതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വി ഡി സതീശൻ എടുത്ത നിലപാട് ഒറ്റയ്ക്കൊരു നിലപാടായി തന്നെ കരുതേണ്ടി വരും. ഒന്നുമില്ല, അന്ന് തന്നെ ആ സമയത്ത് വി ഡി സതീശൻ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ച് എടുത്തതാണ്. പിന്നെ വി ഡി സതീശൻ അത് തിരുത്തി പറഞ്ഞിട്ട് ഞാൻ എടുത്ത നിലപാട് അത് തെറ്റായി പോയെന്ന്. പിന്നെ ഈ പുള്ളിക്ക് തന്നെ ഒരു നിലപാടില്ല, പുള്ളി തന്നെ എന്താ പറയുന്നതെന്ന് പുള്ളിക്ക് അറിയത്തില്ല. പല സമയത്തും പുള്ളി പലതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പറയുന്നത്. ആ സമയത്ത് പല നേതാക്കളും ഉറച്ചൊരു തീരുമാനം പറയാതെ മാറി നിൽക്കുമ്പോഴും ഇങ്ങനെ ഒരാൾ ഇനി വേണ്ട എന്ന തീരുമാനം സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് എടുത്തത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ മാത്രമല്ല, ആ സമയത്ത് രമേശ് ചെന്നിത്തല പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കെ സുധാകരൻ മാത്രമാണ് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് അന്ന് രംഗത്ത് വന്നിട്ടുള്ളൂ. മറ്റുള്ള ആളുകളെല്ലാം അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടയാണ്. അവിടെ ഈ വി ഡി സതീശൻ മാത്രമല്ല അങ്ങനത്തെ നിലപാടെടുത്തിട്ടുള്ളത്.
ഒരാൾ ഇനി വേണ്ട എന്ന തീരുമാനം സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് എടുത്തത് വി.ഡി. സതീശനാണ്. അതിൽ അദ്ദേഹത്തിന് വലിയ നഷ്ടമുണ്ട്. എന്ത് നഷ്ടമാണ് പുള്ളിക്ക് ഉണ്ടായിട്ടുള്ളത്? പുള്ളിക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്? പുള്ളി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നെന്ന് വേണമെങ്കിൽ പറയാം. രാഹുലിൻ്റെ വിഷയത്തിൽ മറ്റുള്ള കാര്യത്തിലൊക്കെ ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ പുള്ളി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓടി നടന്ന് മുൻപന്തിയിൽ യു ഡി എഫിന് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വി.ഡി. സതീശൻ ആ കാര്യത്തിലൊക്കെ പുള്ളി മുൻപന്തിയിലാണ്. അതിനൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷേ രാഹുലിൻ്റെ വിഷയത്തിൽ പുള്ളി എടുത്ത തീരുമാനം ഒട്ടും ശരിയായില്ല. 100% അത് തെറ്റായിട്ടുള്ളൊരു നിലപാടാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിൽ അദ്ദേഹത്തിന് വലിയ നഷ്ടമുണ്ടായി. അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന പലരും മാറിപ്പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. നെഞ്ചു പൊട്ടിയാണ് ആ തീരുമാനം അദ്ദേഹം എടുത്തതെന്ന് പറയുന്നതിന് കാരണമുണ്ട്. അദ്ദേഹത്തിന് അതെപ്പോഴാണ് പറഞ്ഞത്? ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമായപ്പോഴത്തേക്ക് അങ്ങാരി പറഞ്ഞു. ആ പേരും പറഞ്ഞ് കുറച്ച് രാഹുലിൻ്റെ പേരും സെൻറ്റിമെൻറ്റ്സ് കൊണ്ടിട്ട് കുറച്ച് വോട്ട് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിച്ചായിരിക്കും അങ്ങനെ പറഞ്ഞു. എനിക്കങ്ങനെ തോന്നി കേട്ടോ. നെഞ്ചു പൊട്ടിയാണ് ആ തീരുമാനം അദ്ദേഹം എടുത്തതെന്ന് പറയുന്നതിന് കാരണമുണ്ട്. അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്ന, കൂടെ കൊണ്ട് നടന്നിരുന്ന ഒരു യുവ നേതാവാണ്, ഒരു പെൺകുട്ടി, ഇത്രയൊക്കെ പറയുന്നുള്ളൂ. ഇത്രയും അടുപ്പമുണ്ടായിരുന്ന ഒരു യുവ നേതാവാണെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ അത്രയും അടുപ്പമുണ്ടായിരുന്ന, കൂടെ കൊണ്ട് നടന്ന വ്യക്തിക്ക് ഇങ്ങനൊരു ആരോപണം വന്ന സമയത്ത് എന്തുകൊണ്ട് ആ വ്യക്തിയെ കേൾക്കാൻ തയ്യാറായിട്ടില്ല? ആ വ്യക്തിയെടുത്ത് ചോദിച്ചത് പോലുമില്ല. എന്താണ് ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ബാക്കി നിങ്ങൾ തന്നെ ചിന്തിച്ചെടുത്തു. കൂടെ കൊണ്ട് നടന്നിരുന്ന ഒരു യുവ നേതാവാണ്. ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞ ഘട്ടം മുതൽ അദ്ദേഹം അത് പരിശോധിക്കുകയായിരുന്നു. റിനിയാണ് മുതൽ അദ്ദേഹം അത് പരിശോധിക്കുകയായിരുന്നു. പിന്നീട് വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരാൾ വേണ്ട എന്ന തീരുമാനമെടുത്തത്. പാർട്ടിയിൽ ഇല്ലാത്ത രൂപത്തിലേക്ക് ആ തീരുമാനം നടപ്പാക്കുകയും ചെയ്തു. പിന്നീട് പാർട്ടി മുഴുവൻ അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് അത് വന്നു എന്ന് മനസ്സിലാക്കണം. കോൺഗ്രസ് എന്ന പാർട്ടി ആ രൂപത്തിലേക്ക്, സ്ത്രീപക്ഷ നിലപാടിലേക്ക് വന്നു എന്നുള്ളത് ഏറ്റവും ശുഭകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഇത്രയും വലിയ കുറ്റമൊന്നും പുള്ളി ചെയ്തിട്ടില്ല. പുള്ളിയെ ഇത്രയും മാസം പുള്ളിക്ക് സീറ്റ് നൽകാതെ പാലക്കാട് നിന്ന് മാറ്റി നിർത്തി പുള്ളിക്ക് ഇലക്ഷന് മത്സരിപ്പിക്കാനുള്ളൊരു അവസരം നഷ്ടപ്പെട്ടു. 10 വർഷത്തിൽ കിട്ടിയൊരു അവസരമായിരുന്നു, അത് നഷ്ടപ്പെടുത്തി. എന്നിട്ടും അറ്റ്ലീസ്റ്റ് ഗണേഷ് കുമാറിൻ്റെ വിഷയം വന്നപ്പം പോലും തിരിച്ചെടുക്കാമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ അത്രയും വലിയ ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല? അത്രയും വലിയ നന്മ മരമൊന്നും ഇവിടെ കാണിച്ചിട്ട് എന്തുണ്ടാക്കാൻ? ഇവിടെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും MLA കസേരയിലും മന്ത്രി കസേരയിലേക്ക് ഇരിക്കുന്നവരെല്ലാം അങ്ങ് 100% പെർഫെക്റ്റ് ആണോ? അല്ലല്ലോ. എല്ലാ ആളുകളും അവരുടേതായിട്ടുള്ള കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടാണ്, തെറ്റുകൾ ചെയ്തുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പം അത്രയും വലിയ അങ്ങ് നന്മ മരമുള്ളൊരു പ്രസ്ഥാനമായിട്ടങ്ങ് ചിന്തിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. രാഹുലിനെ തിരിച്ചെടുക്കാവുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു അജണ്ട തന്നെ ഉണ്ട്. പുള്ളിയെ തിരിച്ചെടുക്കല് എന്നുള്ളൊരു അജണ്ട ഉള്ളതുകൊണ്ടാണ് ഒറ്റയ്ക്ക് എടുത്തത്. ഇപ്പം വേറെ ഇതിനകത്ത് സ്മൃതി പരുത്തിക്കാടിൻ്റെ കള്ളത്തരം പുള്ളിയിലെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഈ വി.ഡി. സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്. ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെങ്കിൽ കോടതിയിൽ നിന്നുള്ള വിധി വന്നു. ഇതിനൊക്കെ ശേഷം അവസരങ്ങളുണ്ടായിരുന്നു, ഈ രാഹുലിനെ തിരിച്ചെടുക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് തിരിച്ചെടുത്തില്ല? അപ്പം കൂടെ നടന്ന ആളാണ്, വളർത്തിക്കൊണ്ട് വന്ന ആളാണ്, മറ്റേതാണ് മറിച്ചാന്ന് പറഞ്ഞിട്ട് ഈ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ട് പുള്ളിക്ക് ഒരു തെറ്റ് പറ്റി. അത് തിരുത്തി കൈ പിടിച്ച് കൊണ്ടുവരാനല്ലേ നോക്കേണ്ടത്? നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളെ സഹോദരങ്ങളായിക്കോട്ടെ, നമുക്ക് വേണ്ടപ്പെട്ട ആളായിക്കോട്ടെ, എന്തെങ്കിലും ഇതുപോലെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വഴി അങ്ങ് പുള്ളിയെ അടിച്ചോടിച്ചങ്ങ് വിടുവാണോ? അല്ല, ആ തെറ്റ് തിരുത്തി ഇനി അങ്ങനെ ചെയ്യല്, നീ ഇനി കുറച്ച് ഒരു നല്ല മനുഷ്യനായിട്ട് മുമ്പോട്ട് വരണമെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടല്ലേ വരുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടല്ലോ. അത് രാഹുൽ തന്നെ 24/7 എക്സ്ക്ലൂസീവ് ആഷ്മിക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ രാഹുൽ തന്നെ പറയുന്നുണ്ട്. കാരണം ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനൊരു ഇത് വന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ജനങ്ങൾ, ഒരുപാട് അമ്മമാർ, ഒരുപാട് ആളുകളെ ആ ഒരു സ്നേഹം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ഷോക്കായിപ്പോയി. ഇനി ഞാനൊരു ഉറച്ചൊരു തീരുമാനം എടുക്കുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇതും എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കേൾക്കാൻ വരുത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് തെറ്റ് പറ്റാത്തതായിട്ട് ആരുണ്ട്? ഈ പറയുന്ന ഞാൻ നിങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ആളുകളാണോ? മനുഷ്യരാണ്, തെറ്റുകളൊക്കെ സംഭവിക്കും. അപ്പോൾ അതൊക്കെ തിരുത്തിക്കൊണ്ട് വരുന്നിടത്താണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തിരുത്തിക്കൊണ്ട് വരുന്നതിനാണ് അല്ലേ. അപ്പോൾ എന്തായാലും സ്മൃതിക്കും എന്തായാലും കിട്ടിയിട്ടുണ്ട്.
രാഹുലിൻ്റെ അമ്മയുടെ ശാപം എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഓരോ ആളുകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ ടി വി എന്നൊക്കെ സുജയ പാർവതി പോയതിനു ശേഷം നമ്മൾ കണ്ട മേക്കപ്പിൻ്റെയൊക്കെ ഇതൊക്കെ നാണം കെട്ട് ഉമ്മത്തിരിയായി ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങി അതാണ് ഓരോന്നിൻ്റെ ചീട്ട് ഇങ്ങനെ കീറിക്കൊണ്ടേ വരുവാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്തതാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാവരും ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.